ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനങ്ങൾ വ്യാപകമായതോടെ വായ്പകൾ നേടുന്നതും വളരെ എളുപ്പമായിരിക്കുകയാണ്. പണ്ടുകാലത്ത് ഒരു വായ്പ നേടണമെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അക്കൗണ്ടുള്ളൊരു ബാങ്കിൽ പോലും വായ്പാ അപേക്ഷയുമായി നിരവധി തവണ കയറി ഇറങ്ങേണ്ടി വന്നേക്കും. വായ്പാ അപേക്ഷ ബാങ്കിൽ സമർപ്പിച്ചാൽ പോലും ചില അനുബന്ധ രേഖകൾ വീണ്ടും വേണമെന്ന് മാനേജർ ആവശ്യപ്പെട്ടേക്കും. അവയൊക്കെ തപ്പിപ്പിടിച്ച് വീണ്ടും മാനേജർമാരെ കാണേണ്ട സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കാലം മാറിയതോടെ അതിലെല്ലാം വലിയ മാറ്റം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ബാങ്കുകൾ വായ്പ വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഉപഭോക്താക്കളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഡിജിറ്റൽ യുഗത്തിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ യാതൊരുവിധ അപേക്ഷയും ബാങ്കുകൾ കൊടുക്കാതെ തന്നെ വായ്പകൾ നിങ്ങളെ തേടി വീട്ടിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. വീഡിയോ കാണുക. DreamzNetലേക്ക് സ്വാഗതം. ഡിജിറ്റൽ വായ്പാ രംഗത്ത് ബാങ്കുകൾ ഏറ്റവും പുതുതായി അവതരിപ്പിച്ചിരിക്കുന്ന 2 സേവനങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. ഒന്ന് വാട്സപ്പ് മുഖേനയുള്ള വായ്പാ സൗകര്യമാണ്. രണ്ടാമത്തേത് UPI മുഖേനയുള്ള UPI ആപ്പുകൾ മുഖേനയുള്ള വായ്പാ സൗകര്യമാണ് ഏറ്റവും പുതുതായി ബാങ്കുകൾ അവതരിപ്പിച്ചിരിക്കുന്ന മറ്റൊരു ഫെസിലിറ്റി. ആദ്യം വാട്സപ്പ് മുഖേനയുള്ള വായ്പകളെ കുറിച്ച് നമുക്ക് നോക്കാം. കേരള ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഫെഡറൽ ബാങ്കാണ് വാട്സപ്പ് മുഖേനയുള്ള വായ്പാ സൗകര്യം ഇപ്പോൾ ഉപഭോക്താക്കൾക്കായി അവതരിപ്പിച്ചിരിക്കുന്നത്. മുൻകൂർ അനുമതിയുള്ള വ്യക്തിഗത വായ്പകൾ അഥവാ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺസ് ആണ് വാട്സപ്പ് മുഖേന ഫെഡറൽ ബാങ്ക് ഇപ്പോൾ ഉപഭോക്താക്കൾക്കായി നൽകുന്നത്. ഉപഭോക്താക്കളിലേക്ക് വായ്പ എത്തിക്കുന്നതിനുള്ള ഏറ്റവും പുതിയൊരു സംവിധാനമാണ് ഇതിലൂടെ ഫെഡറൽ ബാങ്ക് സജ്ജമാക്കിയിരിക്കുന്നത്. പണ്ടത്തെ പോലെ നടപടിക്രമങ്ങളിലെ നൂലാമാലകളോ അല്ലെങ്കിൽ വായ്പ അനുവദിക്കുന്നതിനുള്ള കാലതാമസമോ ഒന്നും തന്നെ വാട്സപ്പ് വായ്പയിൽ ഇല്ല എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു സവിശേഷത. ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ടുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ വാട്സപ്പ് വായ്പയ്ക്ക് നിങ്ങൾ അർഹനാണോ എന്ന് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിലേക്ക് 9633600800 എന്ന നമ്പറിലേക്ക് ഹായ് എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളൊരു പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോണിന് അർഹനാണെങ്കിൽ വായ്പാ തുക, പലിശ നിരക്ക് തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ തന്നെ വാട്സപ്പ് മുഖേന ബാങ്ക് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ടുള്ള എല്ലാ വ്യക്തികൾക്കും തന്നെ വാട്സപ്പ് വായ്പ അവർക്ക് ലഭിക്കുമോ എന്ന കാര്യം വളരെ എളുപ്പത്തിൽ പരിശോധിക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് ഒരു ഹായ് എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി. നേരത്തെ പറഞ്ഞതുപോലെ ഫെഡറൽ ബാങ്കാണ് വാട്സപ്പ് വായ്പ ആദ്യമായി അവതരിപ്പിച്ചിരിക്കുന്നത്. താമസിയാതെ തന്നെ മറ്റു ബാങ്കുകളും വാട്സപ്പ് വായ്പയുമായി നിങ്ങളെ തേടിയെത്തിയേക്കും. UPI ആപ്പുകൾ മുഖേനയുള്ള വായ്പയാണ് രണ്ടാമത്തെ പുതിയ മാർഗം. UPI മുഖേന വായ്പകൾ അനുവദിക്കുന്നതിനുള്ള അനുമതി RBI ബാങ്കുകൾക്ക് നൽകി കഴിഞ്ഞു. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡുകളിലൂടെ ലഭിക്കുന്ന വായ്പാ സൗകര്യം ഇനി മുതൽ കാർഡുകളില്ലാതെ തന്നെ UPI ID ലഭിക്കുമെന്നതാണ് ഈ സംവിധാനത്തിൻ്റെ പ്രത്യേകത. ഈ പുതിയ സംവിധാനത്തിലൂടെ ഒരു വെർച്വൽ കാർഡായി നിങ്ങളുടെ UPI ആപ്ലിക്കേഷൻ മാറുന്നതാണ്. അതുവഴി ബാങ്കിൻ്റെ വായ്പ നിങ്ങളുടെ UPI ആപ്ലിക്കേഷനിൽ ലഭിക്കുകയും ചെയ്യും. UPIയിൽ ക്രെഡിറ്റ് ആയിട്ടുള്ള വായ്പാ തുകയെ UPI ആപ്പ് മുഖേന വിവിധ ആവശ്യങ്ങൾക്കായി നിങ്ങൾക്ക് വിനിയോഗിക്കാനും സാധിക്കും. UPI ആപ്ലിക്കേഷൻ മുഖേനയുള്ള വായ്പയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനം ക്രെഡിറ്റ് കാർഡുകളുടെ ആവശ്യമില്ല എന്നതാണ്. ഇപ്പോൾ തന്നെ പലരും ഒന്നിലധികം ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു പുതിയ സംവിധാനം നടപ്പിലാവുന്നതോടെ ഒന്നിലധികം ക്രെഡിറ്റ് കാർഡുകളുടെ ആവശ്യം തീർച്ചയായിട്ടും ഇല്ലാതാകും. ഷോപ്പിംഗ് നടത്തുമ്പോൾ കാർഡ് സ്വൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സൗകര്യം. മാത്രമല്ല വളരെ എളുപ്പത്തിൽ തന്നെ വിവിധ ആവശ്യങ്ങൾക്കായി നമുക്ക് UPI ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പണം ചെലവഴിക്കുന്നതിനും സാധിക്കും. വായ്പാ തുക ചെലവഴിച്ചതിൻ്റെ വിശദാംശങ്ങൾ തത്സമയം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ പിന്നീട് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പരിശോധിച്ചും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ബാങ്കുകൾക്ക് ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട ചെലവ് വളരെയേറെ കുറയുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം. UPI മുഖേനയുള്ള വായ്പാ തുക, അതിൻ്റെ പലിശ നിരക്ക്, അതിൻ്റെ തിരിച്ചടവ് കാലാവധി തുടങ്ങിയവയൊക്കെ നിശ്ചയിക്കുന്നതിനുള്ള അനുവാദം ബാങ്കുകൾക്ക് RBI നൽകിയിട്ടുണ്ട്. ഒരു തുടക്കമായതിനാൽ ഇക്കാര്യത്തിലൊക്കെ വ്യക്തത വരാൻ ഇനിയും അല്പം സമയമെടുത്തേക്കും. എന്തായാലും ഇത്തരം വായ്പകളിലൊക്കെ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വളരെ നിർണായകമായിരിക്കും. ക്രെഡിറ്റ് സ്കോർ നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് അനുവദിക്കാവുന്ന വായ്പാ തുക, അതിൻ്റെ പലിശ നിരക്ക് തുടങ്ങിയവയൊക്കെ ബാങ്കുകൾ നിശ്ചയിക്കുന്നത്. അത് വാട്സപ്പ് മുഖേനയുള്ള വായ്പയായാലും അല്ലെങ്കിൽ UPI മുഖേനയുള്ള വായ്പയായാലും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ബാങ്കുകൾ നിങ്ങൾക്ക് വായ്പ അനുവദിക്കുന്നത്. UPI മുഖേനയുള്ള വായ്പാ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ക്രെഡിറ്റ് കാർഡുകൾക്ക് വളരെ ഭീഷണിയായിരിക്കും. ക്രെഡിറ്റ് കാർഡുകൾക്ക് അത് വളരെ വലിയ വെല്ലുവിളി ഉയർത്തിയേക്കും. കാരണം ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം UPI മുഖേനയുള്ള വായ്പാ സംവിധാനം വളരെയേറെ എളുപ്പമായിരിക്കും, വളരെയേറെ ചെലവ് കുറഞ്ഞതായിരിക്കും. അതേസമയം ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട ചെലവുകൾ വളരെ ഉയർന്നതാണ്. UPI മുഖേനയുള്ള വായ്പാ സംവിധാനം കൂടുതൽ ഫലപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ക്രെഡിറ്റ് കാർഡുകളെ ബാധിക്കുന്നതാണ്. ക്രെഡിറ്റ് കാർഡുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതിന് ബാങ്കുകൾ ശ്രമിച്ചേക്കും. കാരണം അതുവഴിയുള്ള ചെലവ് കുറയ്ക്കാൻ ബാങ്കുകൾ നിർബന്ധിതരായേക്കും. ഡിജിറ്റൽ വായ്പാ രംഗത്ത് ബാങ്കുകൾ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ 2 സേവനങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വിശദീകരിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. DreamzNet ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.